ഇന്ന് ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. ഇപ്പാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്, അതുകൊണ്ട് കിടന്നുറങ്ങാനും നല്ല സുഖമുണ്ട്. കുറച്ചു നേരം പുറത്തത്തെ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് പോയി. നല്ല പൂരിയും കടലക്കറി ഉണ്ടായിരുന്നു. ഈ ഒരു കോമ്പോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ പോയി നേരെ തലയിൽ വെളിച്ചെണ്ണ ഇട്ടോ, അതാകുമ്പോൾ കുറച്ച് നേരം പിടിക്കല്ലോ. അങ്ങനെ പിന്നെ ഈ ഒരു വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത്. ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഞാൻ ഓൺലൈനിൽ വാങ്ങിയ സാധനമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് ആ തലയിൽ അത് പിടിക്കാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അടിച്ച് വാരൽ തുടക്കൽ പരിപാടികളൊക്കെ തീർത്തു. അപ്പോൾ അതാ 2 കാരൊക്കെ എടുത്ത് നിന്നുന്നുണ്ട്. നല്ല എന്താ പറയുക, ഇങ്ങനെ ഉറച്ച് നിൽക്കാണ്ട് നല്ല ഇങ്ങനെ അലിഞ്ഞ് പോകുന്ന ടൈപ്പ് കാരൊക്കെ കേട്ടോ. ജ്യൂസൊക്കെ അടിക്കാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ അത് 2-3 എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പിന്നെ കുളിക്കാൻ വേണ്ടി പോയിട്ടോ. ഈ ദീദിയുടെ ഈ ഒരു ഷാമ്പു പിന്നെ അതിന്റെ കണ്ടീഷണറും ആണ് യൂസ് ആക്കി ഉണ്ടായിരുന്നത്. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് ഡ്രസ്സ് ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് വാഷിംഗ് മെഷീനിലിട്ട് ഡ്രയറിലിട്ട് ഉണക്കുമ്പോൾ തന്നെ മുക്കാഭാഗം ഉണങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അതിങ്ങനെ ഷെസമോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചെറിയ ഹാങ്ങറിലാക്കിയിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാറ്റുള്ള ഭാഗത്തിന് ഉണ്ടാവുള്ള ബാക്കിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അത് കുറച്ചുണ്ടായിരുന്നു, അത് സെറ്റാക്കി വെച്ചു. പിന്നെ കുളിച്ച് കഴിഞ്ഞതിനെ കൊണ്ട് ചെറിയൊരു സ്കിൻ കെയർ പരിപാടി ഉണ്ടാവും. ജസ്റ്റ് ഒന്നുമില്ല, ഒരു മോയ്സ്ചറൈസറും പിന്നെ അതേപോലെ തന്നെ ഒരു ലിപ് ബാമും പിന്നെ ഒരു സിറം യൂസ് ചെയ്തിട്ടുണ്ട്. അതന്നെ. അങ്ങനെ ഉച്ചക്കത്തേക്ക് ഇത് നമുക്ക് ചോറായിട്ട് നെയ്ച്ചോറായിരുന്നു. അപ്പൊ അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് നല്ല ചിക്കന് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതെന്താന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ കറിയുടെ ചാറ് കുറച്ചധികം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ചിക്കനൊക്കെ അടുപ്പത്തിട്ട് സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് ചോറ് ഇത്തിരി മുരിഞ്ഞു പോയി. പക്ഷെ കുഴപ്പമില്ല, മുരിച്ചിലോടെ തിന്നാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതായ പപ്പടം പൊരിക്കുന്നുണ്ട് കേട്ടോ. പപ്പടം ഇല്ലാത്തൊരു ജീവിതമില്ല ഗൈസ്. പപ്പടം കിട്ടിയാൽ മതി ചോറ്. അങ്ങനെ അതായത് ചിക്കൻ ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും ഞാൻ ആ കറിയിലേക്ക് അതായത് ചിക്കന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഒരു പൊടി അതുവരെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ സാധാരണ തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറിയിലും കാട്ടി എനിക്ക് ഒന്നും കൂടി ഈ ഫ്രൈ ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്തപ്പോഴാണ് ശരിക്കും എനിക്ക് നല്ല രസമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ നേരെ പോയി ഫുഡ് കഴിച്ചിട്ടോ. നല്ല മുരിഞ്ഞ ചോറും പപ്പടം അച്ചാറ് പിന്നെ ചിക്കൻ ഫ്രൈ ഞാൻ കറിയിലേക്ക് ഇടാണ്ട് തന്നെ 2 പീസ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കറി ഒക്കെ കൂടി കൂട്ടി നല്ലൊരു പിടി അങ്ങോട്ട് കഴിച്ചു. ഉഷാറായിരുന്നു. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്ത് പോയിപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. കിഡിലും മഴ അങ്ങനെ നിൽക്കാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കായിരുന്നു. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു കണ്ട് കേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതെടുത്തോണ്ട് നേരം മഴയും കൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിനപ്പം നേരെ പെട്ടിം എന്ന് പറഞ്ഞു കണ്ട് ഒരൊറ്റ കിടത്തായിരുന്നു. ആ കിടത്തത്തിൽ നല്ലൊരു ഉറക്കം അങ്ങോട്ട് പാസ്സായി. അങ്ങനെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു 7-7:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ അത്രയും പോതല്ലാണ്ടായിരുന്നു ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എണീച്ച് വന്നപ്പോൾ നല്ല പാൽ ചായ നല്ല സാൻഡ്വിച്ചും പിന്നെ ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലൊരു ചായ കുടിച്ചു. പിന്നെ അത്രയും ടൈം ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ഇതുണ്ടായിരുന്നു എന്റെ നൈറ്റ് ഫുഡ് ആയിട്ടും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ നൈറ്റ് കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.